ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടേണ്ട വീഡിയോ ആണ്. പക്ഷേ ഞാനത് യൂട്യൂബിലും എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ഏവിയേഷൻ കണ്ടൻസ് അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ ഞാൻ. അപ്പം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ ആ വീഡിയോയ്ക്ക് അത് ഞാൻ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കമൻറ്റ് ചെയ്യാനൊക്കെയാണ് വന്നത്. ചേട്ടാ ഇംഗ്ലീഷ് മതി, ഏത് ജില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് എന്താ പറയുക, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ വീടും അമ്മയും മിക്കയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനൊരു സാധനം വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു വിയേർഡ് ഫീലിംഗ് ആയിരിക്കും, എനിക്കറിയാം. പക്ഷേ ഞാൻ ആ വീഡിയോ ഇട്ടത് ശരിക്കും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പം അവരിങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ നിൽക്കുന്ന ആൾക്കാരും അവർക്ക് പറഞ്ഞ ബ്രോ വീഡിയോ ഇടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലാംഗ്വേജ് സംസാരിച്ച് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ ഇത് ഏവിയേഷൻ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് എനിക്ക് മെസ്സേജ് ചെയ്തത്, ഒന്നെങ്കിൽ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യുക, സബ് ടൈറ്റിൽസോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ ഈ സംസാരിക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിയാലും എൻ്റെ DM-നും കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് യൂട്യൂബിൽ സത്യം പറഞ്ഞാൽ അതൊക്കെ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു രജിത ചേച്ചിയുണ്ട്, പുള്ളിക്കാരിയൊക്കെ പറഞ്ഞ് ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. പുള്ളിക്കാരി നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറാണ്, എല്ലാത്തിനും കമൻറ്റ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലേ. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാം അല്ലേ, എനിക്കിപ്പോൾ എത്ര നാളോട് എന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ ഒരു കണ്ടന്റ് ഇടാനുള്ള കാരണം എന്നോട് പല റിക്വസ്റ്റ് വന്നതുകൊണ്ടുള്ള ബേസിസിലാണ് ഞാൻ ഇട്ടത്. പിന്നെ എന്താ പറയുന്നത്, നല്ലൊരു കോമഡി ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ നോക്കിയിട്ടില്ല, ഫേസ്ബുക്കിൽ അത് എനിക്കൊന്നും ഇല്ല. ജസ്റ്റ് ഞാനും നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻസ് കാണുമല്ലോ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഞാൻ രണ്ടും അങ്ങ് പോസ്റ്റ് ചെയ്ത്, മനസ്സിലായില്ലേ. അവിടെ ഇനി എന്താണോ എന്തോ, കാരണം നമ്മുടെ നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരൊക്കെ അവരെയോ അവൻ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ഒബ്വിയസ് ഇപ്പം ഞാൻ ഒരാളൊക്കെ ഇപ്പോൾ ഇന്നലെ വരെ നല്ല സംസാരിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഷോ ഓഫ് വീഡിയോ നല്ലതാണ് ധരിക്കത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. പിന്നെ ഞാൻ ഇനി പതിയെ കുറച്ച് ഏവിയേഷൻ കണ്ടൻസും എൻ്റെ ചാനൽ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. പക്ഷേ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ. പലരും പറഞ്ഞിട്ടുണ്ട് മിക്കിയുടെ കുണ്ടാണി കാണിച്ച് കടന്ന് ചെക്കനാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനും അമ്മ എന്നിട്ട് പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു. പക്ഷെ അമ്മ എന്നെ പറഞ്ഞ് മോനെ, കാരണം നിങ്ങൾ ഒരിക്കലും ആ ഇതിലെടുക്കത്തില്ലല്ലോ. ഞാനപ്പോൾ പെട്ടെന്ന് വീഡിയോ ഇടുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി പിന്നെ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് എന്നെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയും ഏവിയേഷൻ കണ്ടൻസ് കിട്ടും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പറ്റുന്ന പോലെയൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ മിക്കിക്കൂട്ടൻ്റെയും ഞാനിപ്പം നാട്ടിൽ പോകായിരിക്കും, എനിക്ക് ഉറപ്പില്ല, ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഒരു കൺഫർമേഷൻ ഇല്ല. അപ്പം പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഞാൻ മിക്കിക്കൂട്ടൻ്റെ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും, വീട്ടിലുള്ള വിശേഷങ്ങളെല്ലാം ഞങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.